സപ്ലി എഴുതിയിട്ടാണ് പാസ്സായിട്ടുള്ളത് എന്നുള്ളത് ഗ്രേഡ് കാർഡിലൂടെ പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടി. അതിൽ ഒറിജിനൽ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഉണ്ടായിരിക്കും. സോ ഗ്രേഡ് കാർഡിലൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലി എഴുതിയിട്ടാണ് പാസ്സായത് എന്നുള്ളത് ഒരു കുറച്ചിൽ തന്നെയല്ലേ? അത് നമ്മുടെ ജോലിക്കൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഗവൺമെന്റ് ജോലി ആണെങ്കിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ജോബ് ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ സപ്ലി എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ സപ്ലി കിട്ടി ഇനി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഉണ്ട്. സോ ഒരുപാട് പേരായി ഒരു കാര്യം ചോദിക്കുന്നു, അവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA അതുപോലെ തന്നെ MCom, ദെൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom അതുപോലെ തന്നെ MBA, ഇതിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കും കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ എപ്പോഴും പറയുന്നതാണ്, ഒരു സപ്ലി പോലും ഇല്ലാണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു പ്രശ്നമില്ല. ദെൻ ഇനി ഏതെങ്കിലും സപ്ലി ഏതെങ്കിലും സെമസ്റ്ററിൽ വരികയാണെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങളത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലാണ് സപ്ലി കിട്ടിയിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് ആവട്ടെ തേർഡ് ആവട്ടെ, നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, ഇപ്പോൾ 3 ഇയർ UG ഒക്കെ ആണെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ അതിൻ്റെ സപ്ലി എക്സാം വന്ന് നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഇറങ്ങി പോരാൻ പറ്റും. നേരെ മറിച്ച് ഇപ്പൊ ലാസ്റ്റ് സെമസ്റ്ററുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ സപ്ലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ 1 വർഷം കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ അത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മുടെ എക്സാം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ അഡ്മിഷൻ ഡേറ്റും പാസ്സായിട്ടുള്ള ഇയറും എന്ന് പറയുന്നത് ചിലപ്പോൾ 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അത് 4 വർഷമോ 5 വർഷമൊക്കെ എടുക്കും. സോ കുട്ടി പഠിച്ച പീരീഡ് നോക്കുന്ന സമയത്ത് 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അത് 4 അല്ലെങ്കിൽ 5 ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുള്ളതാണ്, നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ സപ്ലി ഉണ്ടെന്നുള്ളത്. ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൽ പാസ്സായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുക എങ്കിലും ഈ പറയുന്ന ഇയർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വർഷം അവിടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇപ്പോൾ ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ MCom ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ 1-2 സെമസ്റ്ററുകളിലെ സപ്ലി വരികയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്കത് എഴുതിയെടുത്ത് ഈ പറയുന്ന കോഴ്സ് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ലാസ്റ്റ് സെമസ്റ്ററുകളിലോട്ടൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരാം. പിന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടും പല പേപ്പേഴ്സും എഴുതിയെടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മേഴ്സി ചാൻസിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇത്രത്തോളം ടൈം അവിടെ ഗ്യാപ്പ് വന്നിട്ടാണ് ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ജോബിനൊക്കെ പോണ സമയത്ത് നമുക്ക് അവിടെ സ്കില്ലാണ് നോക്കുക. ഇന്റർവ്യൂവിനൊക്കെ പോണ സമയത്ത് ഈ രീതിയിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ടൈം എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ചിലർ പറയും പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിവാണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം. ദെൻ പിന്നെ ഈ സപ്ലി എഴുതിയിട്ട് പാസ്സായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു ദെൻ PGയിലൊക്കെ പോണ സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റ സപ്ലിയും കിട്ടാണ്ട് പാസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കും സപ്ലി ഒരെണ്ണം കിട്ടിയിട്ട് പാസ്സായിട്ടുള്ള കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കിലും അവിടെ വ്യത്യാസം വരും. അപ്പോൾ MCom അഡ്മിഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള PGക്കൊക്കെ അഡ്മിഷന് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡെക്സ് മാർക്കിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ്. സപ്ലി കിട്ടി പാസ്സായിട്ടൊരു കുട്ടിയുടെയും അല്ലാത്ത കുട്ടിയുടെയും അതൊരു കാര്യം. പിന്നെ ഗവൺമെന്റ് ജോബിലോട്ട് പോണ സമയത്ത് ഇതൊരു പ്രശ്നമേയില്ല. അവിടെ ആ കൂടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ, PSC ആണെങ്കിലും SSC ആണെങ്കിലൊക്കെ ഇത്ര പെർസെൻറ്റേജ് മിനിമം മാർക്ക് ഉണ്ടോ, പിന്നെ റിട്ടേൺ ടെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ നോക്കാം. PSCക്കൊക്കെ റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും അവിടെ എത്ര വർഷം കൊണ്ടാണ് പാസ്സായിട്ടുള്ളത് അതിനൊന്നും വലിയ പ്രസക്തിയില്ല. ഓക്കെ, സോ സപ്ലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്യുക. സപ്ലി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ലാസ്റ്റ് സെമസ്റ്ററുകളിലൊക്കെ വരാണെങ്കിൽ നമ്മുടെ വർഷം നഷ്ടപ്പെടും. വർഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാലോ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകേണ്ട
ടൈം അവിടെ ലാഗ് വരും. അതുപോലെ തന്നെ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ അത് ബാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ജോബിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോണ സമയത്താണ് ഈ സപ്ലി കിട്ടി പാസ്സായിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഇയർ ഓഫ് കംപ്ലീഷന്റെ ബേസിലാണ്. സോ ഇന്റർവ്യൂവിന് എന്തായാലും പലപ്പോഴും അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്ര ടൈം ഗ്യാപ്പ് വന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അതിന് മറുപടി കൊടുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കിൽഡാണ് വേണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പ്രൈവറ്റ് ജോബിനൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. ഗവൺമെൻറ് ജോബിലോട്ട് പോണ സമയത്ത് ഇതിന് പ്രസക്തിയൊന്നുമില്ല. നമ്മൾ എലിജിബിൾ ആണോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് മാത്രമാണ് പ്രസക്തി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആശങ്ക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.